നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ തേർഡ് യൂണിറ്റ് ആയ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ്. യൂണിറ്റിലേക്ക് പോവാം. ഗുഡ്സിന്റെ സെയിൽ നടക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടീൻ്റെ ഓണർഷിപ്പ് സെല്ലർ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എപ്പോഴാണോ ഗുഡ്സിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ ടൈമിന് ഇത്രയും ഇമ്പോർട്ടൻസ്? നമുക്ക് നോക്കാം. അതിൽ വരുന്നത് പ്രോപ്പർട്ടി എപ്പോഴാണോ പാസ് ചെയ്യുന്നത് അപ്പോഴാണ് ആ ഗുഡ്സിന്റെ റിസ്ക്കും പാസ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഗുഡ്സ് ലോസ് ആവ് ഡാമേജസ് ആവി സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ലോസ് ബെയർ ചെയ്യേണ്ടത് എപ്പോഴും ഓണർ ആയിരിക്കും. ഇനിയിപ്പം ഇത്തരം ലോസും ഡാമേജസും സംഭവിക്കുന്നത് ഒരു തേർഡ് പാർട്ടി കാരണമാണെങ്കിൽ ഓണർക്ക് തേർഡ് പാർട്ടിക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പം സെല്ലർക്ക് ബയ്യർ പ്രൈസ് പേ ചെയ്തില്ല എന്നും പറഞ്ഞ് പ്രൈസിന് വേണ്ടി സീവ് ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രോപ്പർട്ടി പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ രണ്ട് കേസും കാരണമാണ് ഇത്രയും എപ്പോഴാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരാനായിട്ട് കാരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. പാസിംഗ് ഓഫ് പ്രോപ്പർട്ടി. പാസിംഗ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് ഓഫ് ഓണർഷിപ്പ് ആണ്. ഈ പാസിംഗ് ഓഫ് പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സെല്ലറിൻ്റെയും ബയ്യറിൻ്റെയും ലീഗൽ റൈറ്റ്സും ലയബിലിറ്റീസും ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ ലീഗൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കില്ല. പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തോ ഇല്ലേ എന്ന് മാത്രമേ നോക്കുള്ളൂ. ഇനി ഇവിടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഗാർഡ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. രണ്ട് റൂൾസ് ഉണ്ട്, നമുക്കത് നോക്കാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്, അതായത് ഒരു അൺഅസർട്ടൈൻ ഗുഡ്സിന്റെ പ്രോപ്പർട്ടി ഒരിക്കലും പാസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ അൺഅസർട്ടൈൻ ഗുഡ്സ് അസർട്ടൈൻ ചെയ്താൽ മാത്രമാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ഇന്റൻഷൻ ഓഫ് പാർട്ടീസ്. ഇന്റൻഷൻ ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്റന്റിലൂടെ, പാർട്ടീസിന്റെ ഇന്റൻഷൻസിലൂടെ ആണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് എങ്ങനെയാ തീരുമാനിക്കുക എന്നുള്ളത് ഈ മൂന്ന് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് കേസ്, ആ കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് ടേംസിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടീസിന്റെ കണ്ടക്റ്റിലൂടെ, പാർട്ടീസിന്റെ പ്രവൃത്തികളിലൂടെ, അല്ലെങ്കിൽ ആ കേസിന്റെ സാഹചര്യങ്ങളിലൂടെ. ഈ മൂന്ന് കേസിലുമാണ് ഇന്റൻഷൻ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കാം. ഇനി ഇതിൻ്റെ തന്നെ കുറച്ച് പ്രൈമറി റൂൾസ് ഉണ്ട്. പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നതിനുള്ള 4 പ്രൈമറി റൂൾസ് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് വരുന്നത് സ്പെസിഫിക്കും അസർട്ടൈനും ആയിട്ടുള്ള ഗുഡ്സിന്റെ പ്രോപ്പർട്ടി എപ്പോഴാണ് പാസ് ചെയ്യുന്നത് എന്നാണ്. ഇത്തരം കോൺട്രാക്റ്റിന്റെ അസർട്ടൈൻ ഗുഡ്സിന്റെയും സ്പെസിഫിക് ഗുഡ്സിന്റെയും കോൺട്രാക്റ്റ് വരുന്ന സമയത്ത് ഇത് കോൺട്രാക്റ്റിൽ ഇൻറ്റൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇന്റൻഷൻ ഓഫ് പാർട്ടീസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. 3 പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ പറഞ്ഞത്. കോൺട്രാക്റ്റിലെ ടേംസ്, അതുപോലെ പാർട്ടീസിന്റെ കണ്ടക്ട് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസിന്റെ സാഹചര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ പാസിംഗ് ഓഫ് പ്രോപ്പർട്ടീന്റെ കുറച്ച് സ്റ്റേജസ് ആണ്. 3 സ്റ്റേജസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് കേസ് വരുന്നത് സ്പെസിഫിക് ഗുഡ്സ് ആയിരിക്കും, അത് ഡെലിവറബിൾ സ്റ്റേറ്റിലായിരിക്കും. ഇത്തരം സമയത്ത് കോൺട്രാക്റ്റ് എപ്പോഴാണോ മെയ്ഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടി പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് കേസ് വരുന്നത് സ്പെസിഫിക് ഗുഡ്സ് ആണ്, പക്ഷേ ഡെലിവറബിൾ സ്റ്റേറ്റിലല്ല. ഇത്തരം കേസിൽ അത് ഡെലിവറബിൾ സ്റ്റേറ്റിൽ ആക്കിയതിന് ശേഷം, അത് ബയ്യറെ അറിയിച്ചതിന് ശേഷം മാത്രമാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇനി തേർഡ് കേസിൽ സ്പെസിഫിക് ഗുഡ്സ് ആണ്, അത് ഡെലിവറബിൾ സ്റ്റേറ്റിലാണ്, പക്ഷേ അതിൻ്റെ പ്രൈസ് അസർട്ടൈൻ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് സെല്ലർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ആയാൽ മാത്രമാണ്
അതിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്യാനായിട്ട് പറ്റുക. ഫോർ എക്സാമ്പിൾ, അതിന് പ്രൈസ് ചെയ്യാൻ വേണ്ടി അതിനെ മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മെഷർ ചെയ്ത് അതിൻ്റെ പ്രൈസ് അസർട്ടൈൻ ചെയ്തതിന് ശേഷമാണ് ആ പ്രോപ്പർട്ടി പാസ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസിലെ സെക്കൻഡ് വൺ, ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻ. അൺഅസർട്ടൈൻ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് അസർട്ടൈൻ ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി സെയിൽ ഓഫ് അൺഅസർട്ടൈൻ ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ. ഇത്തരം കേസിൽ അൺഅസർട്ടൈൻ ഗുഡ്സിൻ്റെയോ ഫ്യൂച്ചർ ഗുഡ്സിൻ്റെയോ ആണെങ്കിൽ അത് ഡെലിവറബിൾ സ്റ്റേറ്റിലായിരിക്കണം. അതുപോലെ അൺകണ്ടീഷണലി അത് അപ്രോപ്രിയേറ്റ് ചെയ്തത് ആയിരിക്കണം. ഇത്തരം അൺകണ്ടീഷണലി അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് സെല്ലർക്കും ആവാം അല്ലെങ്കിൽ ബയർക്കാവാം. പക്ഷേ ആര് ചെയ്താലും, സെല്ലർ ചെയ്താലും ബയർ ചെയ്താലും അതർ പാർട്ടിയുടെ അസെന്റ് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഇനി ഇത്തരം അസെന്റ് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. ഇത് അസെന്റ് കൊടുക്കുന്നത് ഒരുപക്ഷെ അപ്രോപ്രിയേഷൻ്റെ മുന്നേ ആവാം അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ്റെ ശേഷം ആവാം. ഇനി ഡെലിവറി ടു എ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയറിലേക്കോ അല്ലെങ്കിൽ ബയറിലേക്കോ അല്ലെങ്കിൽ ഒരു അതർ ബെയിലിയിലേക്കോ, ബയർ പറയുന്ന ഒരാളെയാണ് നമ്മൾ ബെയിലി എന്ന് പറയുക. ബയർക്ക് വേണ്ടി ആ ഗുഡ്സ് കെപ്റ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ബെയിലി എന്ന് പറയുന്നത്. ഇങ്ങനെ കരിയറിലേക്കോ ബെയിലിയിലേക്കോ നമ്മൾ ബയർക്ക് ഗുഡ്സ് കൊടുക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ബയർക്കോ കരിയറിലേക്കോ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബയ്യർക്ക് ഡെലിവറി ചെയ്തതുപോലെയാണ് നമ്മൾ ഡീം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അനാലിസിസ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എസെൻഷ്യൽസ് ഓഫ് എ അൺഅസർട്ടൈൻ ഗുഡ്സ് ആൻഡ് അപ്രോപ്രിയേഷൻ. ഇതിൻ്റെ എസെൻഷ്യൽസ് നമ്മൾ നോക്കാം. അതിന് മുന്നേ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ, അതായത് സെല്ലറിൻ്റെയും ബയറിൻ്റെയും മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ഗുഡ്സ് സെലക്ട് ചെയ്യുന്നതിനെയാണ് അൺഅസർട്ടൈൻ ഗുഡ്സിൻ്റെ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത്തരം ഇതിൽ എങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളിൽ അൺഅസർട്ടൈൻ ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗുഡ്സിൻ്റെയോ കോൺട്രാക്റ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇതിൽ നമ്മുടെ ഗുഡ്സ് എപ്പോഴും കോൺട്രാക്റ്റിൽ പറഞ്ഞ സ്റ്റേറ്റിലോ ക്വാളിറ്റിനെയോ ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനെയോ ആയിട്ടോ കൺഫേം ആയിട്ട്, അതായത് എഗ്രി ചെയ്തിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി ഇത്തരം ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലായിരിക്കണം. നമുക്കറിയാം ഡെലിവറബിൾ സ്റ്റേറ്റിലായാൽ മാത്രമാണ് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമുക്ക്. ഇനി നെക്സ്റ്റ് കേസ് വരുന്നത് ഗുഡ്സ് മസ്റ്റ് ബി അൺകണ്ടീഷണലി അപ്രോപ്രിയേറ്റഡ്. അൺകണ്ടീഷണലി അത് അപ്രോപ്രിയേറ്റ് ചെയ്തതായിരിക്കണം. ഇത്തരം അപ്രോപ്രിയേഷൻ സെല്ലർക്കും നടത്താം ബയർക്കും നടത്താം. സെല്ലർ നടത്തുകയാണെങ്കിൽ ബയറിൻ്റെ അസെന്റ് വേണം, ബയറാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സെല്ലറിൻ്റെ അസെന്റും വേണം. ഇനി ഇത്തരം അസെന്റുകൾ എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ്ലി ചെയ്യാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട് വരുന്നതാവാം. ഇനി എക്സ്പ്രസ് ആയോ ഇംപ്ലൈഡ് ആയോ നമ്മളൊരു അസെന്റ് കൊടുക്കുന്നത് ഒരു പക്ഷേ ആഫ്റ്റർ അപ്രോപ്രിയേഷൻ ആവാം അല്ലെങ്കിൽ ബിഫോർ അപ്രോപ്രിയേഷൻ ആവാം. ഇനി നമ്മുടെ റൂൾസിലെ തേർഡ് കേസ്, ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ഓർ ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. അതായത് നമ്മൾ ഒരു ഗുഡ്സ് ഒരു ഫിക്സഡ് ടൈമിലേക്കോ അല്ലെങ്കിൽ റീസണബിൾ ടൈമിലേക്കോ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരെടുക്കുക, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യാം എന്നുള്ള ഒരു കേസിൽ നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി പാസ് ചെയ്യപ്പെടുക ബയ്യർക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ്ലി അയാളുടെ അക്സെപ്റ്റൻസ് അറിയിക്കാം. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എക്സ്പയർഡ് ആയിട്ടും, അതായത് ഒരു ഫിക്സഡ് ടൈമിൻ്റെ ഉള്ളിൽ റിജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈം എക്സ്പയർഡ് ആയതിനു ശേഷവും ആ ഗുഡ്സ് കെപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അക്സെപ്റ്റൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനിയിപ്പോൾ ടൈം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, റീസണബിൾ ടൈമിന് എക്സ്പയർ ആയി എന്നുണ്ടെങ്കിൽ നമുക്കവിടെ അക്സെപ്റ്റൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, അവിടെ പ്രോപ്പർട്ടി പാസ് ചെയ്യുകയും ചെയ്യും. ഇനി തേർഡ് കേസ് വരുന്നത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അയാൾ ചെയ്യാം.
അതായത് ആ ഗുഡ്സ് എടുത്ത് പ്ലെഡ്ജ് ചെയ്തു, സെയിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ നമ്മുടെ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്യുകയും ചെയ്യും. ഇനി സെയിൽ ഫോർ ക്യാഷ് ഓൺലി ഓർ റിട്ടേൺ, അതായത് ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്യാം. അതായത് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ നടത്തില്ലേ, ആ ഒരു കേസാണ് ഇവിടെ. അതായത് നമ്മൾ ക്യാഷ് പേ ചെയ്യുന്ന എപ്പോഴോ അപ്പം മാത്രം അതിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ്, റിസർവേഷൻ ഓഫ് റൈറ്റ് ഓഫ് ഡിസ്പോസൽ. അതായത് സ്പെസിഫിക് ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ സബ്സീക്വൻ്റ്ലി അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെയോ കോൺട്രാക്റ്റിൻ്റെ സമയത്ത് സെല്ലർക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത് വരെ ആ പ്രോപ്പർട്ടി പാസ് ചെയ്യരുത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത്തരം കേസുകളിൽ പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നത് അത് ആ കണ്ടീഷൻസ് ഫുൾഫിൽ ആയതിനു ശേഷം മാത്രമാണ്. ഇനി ഇതിൽ 2 സർക്കംസ്റ്റൻസസ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലറിൻ്റെയോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റിൻ്റെയോ ഓർഡർ പ്രകാരമായിരിക്കും ആ ഗുഡ്സിൻ്റെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് സെക്യൂർ അക്സെപ്റ്റൻസ് നൽകുകയോ അല്ലെങ്കിൽ അതിനെ പേയ്മെൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മാത്രമാണ് ആ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സെല്ലറെങ്കിൽ അതിനുശേഷം അത് ഫുൾഫിൽ ആയതിനു ശേഷം, അല്ലെങ്കിൽ അതിൽ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം, അതിനുശേഷം മാത്രമാണ് നമുക്ക് ആ ഗുഡ്സ് ഡെലിവറി ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി പാസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇനി റോങ്ഫുള്ളി അവർ അതിൻ്റെ ബിൽസ് ഓഫ് ലേഡിങ്ങോ അല്ലെങ്കിൽ റെയിൽവേ റെസിപ്റ്റോ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലാതെ പ്രോപ്പർട്ടി ഒരിക്കലും അവർക്ക് പാസ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് കേസ് വരുന്നത് റിസ്ക് പ്രൈമ ഫീഷ്യ പാസസ് വിത്ത് പ്രോപ്പർട്ടി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണിത്. എപ്പോഴും റിസ്ക് വരുന്നത് ഓണർക്കായിരിക്കും. അതിൽ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തോ ഇല്ലയോ അല്ലെങ്കിൽ ഡെലിവറി നടത്തിയോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർട്ടി അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇനി ഒരു തേർഡ് പാർട്ടീൻ്റെ കേസ് കൊണ്ടാണ് ഇത്തരം ലോസും ഡാമേജസും ഉണ്ടായതെങ്കിൽ ഓണർക്ക് ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഒരു 2 എക്സെപ്ഷൻസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻസ് എന്നാണ് മീനിങ്. ഇപ്പോൾ ഡെലിവറി നടത്തുന്ന സമയത്ത് ഡെലിവറി ഒരാൾ കാരണം, ബയ്യറോ സെല്ലറോ കാരണം ഡിലേ ആയി. ഈ സമയത്ത് എന്തെങ്കിലും ലോസോ ഡാമേജസോ ഗുഡ്സിന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കേണ്ടത് ആ ഫോൾട്ട് വരുത്തിയ വ്യക്തി ആരാണോ അയാളായിരിക്കും. ഇത്തരം കേസുകളിൽ ഒരു സെല്ലർക്കോ ബയ്യർക്കോ വരുന്നത് ഒരു ബെയിലി എന്ന രീതിയിലുള്ള ഡ്യൂട്ടീസും ലയബിലിറ്റീസും ആയിരിക്കും. ആ ഗുഡ്സ് സെക്യൂർ ആയിട്ട് കെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടി ലയബിലിറ്റിയും സെല്ലർക്കോ ബയ്യർക്കോ വരുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ സെല്ലർ കാരണമാണ് ആ ഡെലിവറി ഡിലേ ആയി എന്നുണ്ടെങ്കിൽ സെല്ലർ ആയിരിക്കും അവിടെ ആ റിസ്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ സെല്ലർ അവിടെ ആസ് എ ബെയിലി ആയിട്ടാണ് ആ ഗുഡ്സിൻ്റെ വരിക, ഒരിക്കലും ഓണർ ആയിട്ടല്ല വരിക. ഇനി നെക്സ്റ്റ് ടോപ്പിക്, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ നോൺ ഓണേഴ്സ്. നമുക്കറിയാം ഒരു ഓണർ, ആബ്സല്യൂട്ട് ഓണർക്ക് മാത്രമാണ് ഒരു ഗുഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ നോൺ ഓണേഴ്സും ഇങ്ങനെ സെയിൽ ചെയ്യാറുണ്ട്. ഇത്തരം കേസുകളിൽ ബയ്യർക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുമോ? ഇല്ലല്ലേ, ഇല്ല. പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റിൻ്റെ കേസ് പറയുന്നുണ്ട്. മെർക്കൻറ്റൈൽ ഏജൻറ്റിൻ്റെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റിന് ഓണറിൻ്റെ കൺസെൻറ്റോട് കൂടി പൊസഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സോ ഉണ്ടെങ്കിൽ, ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് അതിൻ്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ആ ഗുഡ്സിൻ്റെ കൺട്രോളോ പൊസഷനോ ഉണ്ട് എന്ന് പ്രൂഫ് ചെയ്യിക്കുന്ന ഡോക്യുമെൻറ്റ്സിനെ ആണ് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇത്തരം ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിലോ അതിൻ്റെ പൊസഷനോ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓണറിൻ്റെ കൺസെൻറ്റോട് കൂടിയിട്ട് ഉണ്ടെങ്കിൽ ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റിന്, അതായത് ഒരു നോൺ ഓണറാണ് മെർക്കൻറ്റൈൽ ഏജൻറ്റ്, ഇത്തരം നോൺ ഓണേഴ്സിന് ഗുഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പക്ഷേ ആ ബയ്യർ
ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർ ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബയർക്ക് ഒരിക്കലും അറിയാനായിട്ട് പാടില്ല ഇത്തരം ആളുകൾക്ക് അത് സെല്ല് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട് എന്നുള്ളത് അതോറിറ്റി ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് പാടില്ല. ഇനി ഇവിടെ അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗുഡ്സ് സെല്ല് ചെയ്യാൻ ഒരു ആബ്സല്യൂട്ട് ഓണർക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ ആബ്സല്യൂട്ട് ഓണർ അല്ലാത്ത ആളുകളും ഗുഡ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത്തരം കേസുകളിൽ ബയർക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടുന്നില്ല, ഇവൻ പ്രൈസ് പേ ചെയ്തിട്ടുണ്ടെങ്കിലും. ഇതേ ഒരു ലാറ്റിൻ മാക്സിം ഉണ്ട്, നെമോ ദാറ്റ് കോഡ് നോൺ ഹാബിറ്റ്, അതായത് നോ വൺ ക്യാൻ ഗീവ് വാട്ട് ഹി ഹാസ് നോട്ട് ഗോട്ട് എന്നാണ് പറയുക. അതായത് കിട്ടാത്ത ഒരു സംഭവം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതിനെയാണ് നെമോ ദാറ്റ് കോഡ് നോൺ ഹാബിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരം കേസിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ നോൺ ഓണർക്ക് ഗുഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് വരുന്ന സമയങ്ങളിൽ ഒരുപാട് ഇന്നസെന്റ് ബയേഴ്സ് ലോസ് ബെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് വന്നിട്ടുള്ളത്. എക്സെപ്ഷൻസ് എന്താ നമുക്ക് നോക്കാം. സെയിൽ ബൈ മെർക്കൻറ്റൈൽ ഏജന്റ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് മെർക്കൻറ്റൈൽ ഏജന്റിന്റെ. മെർക്കൻറ്റൈൽ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്യാനോ കൺസൈൻ ചെയ്യാനോ അതോറിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ മെർക്കൻറ്റൈൽ ഏജന്റ് എന്ന് പറയുന്നത്. ഇത്തരം മെർക്കൻറ്റൈൽ ഏജന്റുമാരുടെ കയ്യിൽ ആ ഗുഡ്സിന്റെ പൊസഷനോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ ഉണ്ടായിരിക്കണം. ഇവിടെ കൺസെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കരുത്. ഇനി ഇയാൾ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ആസ് എ മെർക്കൻറ്റൈൽ ഏജന്റ് എന്നുള്ള രീതിയിലായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് തിങ്, എല്ലാ കേസിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ബയർ ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. അതായത് അങ്ങനെ വിൽക്കാനുള്ള ഒരു അതോറിറ്റി അയാൾക്കില്ല എന്നുള്ളത് ബയർക്ക് അറിയാനായിട്ട് പാടില്ല. ഇനി നെക്സ്റ്റ് കേസ് വരുന്നത് മെർക്കൻറ്റൈൽ ഏജന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെയിൽ ബൈ വൺ ഓഫ് ദ ജോയിന്റ് ഓണേഴ്സ്, ഒരു ഗുഡ്സിന്റെ ഓണർഷിപ്പ് വരുന്നത് 2 or more പേഴ്സൺസിന്റെ കയ്യിലാണെന്ന് വിചാരിക്കാം. ഇത്തരം കേസിൽ പക്ഷേ ആ ഗുഡ്സിന്റെ പൊസഷൻ വരുന്നത് ഒരാളുടെ കയ്യിലാണ്, സോൾ പൊസഷൻ ആണ് ആ ഗുഡ്സിനുള്ളത്. പക്ഷേ ഓണർഷിപ്പ് വരുമ്പോൾ 2 അധികം പേരും ഉണ്ടായിരിക്കും, പക്ഷേ പൊസഷൻ ഒരു വ്യക്തിയുടെ കയ്യിലായിരിക്കും. പൊസിഷൻ ഒരു വ്യക്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ഓണേഴ്സിൻ്റെയും കൂടെ കൺസെൻറ്റോട് കൂടിയിട്ടായിരിക്കില്ലേ. ഇത്തരം കേസുകളിൽ ഈ ഒരാളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും. ഇവിടെ ശരിക്കും അയാൾ മാത്രമല്ല ഓണർ, സോ ബാക്കിയുള്ളവരും കൂടെ ഓണേഴ്സ് ആണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കൺസെൻറ്റോട് കൂടിയിട്ടാണ് അത് വിൽക്കേണ്ടത്. പക്ഷെ ഇവിടെ പൊസിഷൻ ഈ വ്യക്തിയുടെ കയ്യിലുള്ളതുകൊണ്ട് ഇയാൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബയർക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും. ഇവിടെയും സെയിം കേസ് തന്നെയാണ് വരുന്നത്, ബയർ ഇൻ ഗുഡ് ഫെയ്ത്ത്, ബയർ ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. ഇനി സെയിൽ ബൈ പേഴ്സൺ ഇൻ പൊസിഷൻ അണ്ടർ വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പഠിക്കുന്നതാണ്. കോൺട്രാക്ട് വാലിഡോ വോയിഡോ ആക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അവരുടെ കൺസെന്റ് കൊയേഷനോ അൺഡു ഇൻഫ്ലുവൻസോ ഫ്രോഡ് മിസ്റെപ്രസെൻറ്റേഷൻ എന്നീ കേസിലായിരിക്കണം അവരുടെ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇത്തരം കേസുകളിൽ മാത്രമാണ് ആ പാർട്ടിക്ക് കൺസെന്റ് ഫ്രീ അല്ലാത്ത പാർട്ടി ആരാണോ ആ പാർട്ടിക്ക് അതിനെ വാലിഡ് ആക്കാനോ വോയിഡ് ആക്കാനോ ആയിട്ട് സാധിക്കും. ഇത്തരം കോൺട്രാക്ട്സിനെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. വോയിഡബിൾ കോൺട്രാക്റ്റിന്റെ കേസിൽ എന്തെങ്കിലും പൊസിഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു ബയർക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും, ബയർക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇത്തരം സെയിൽ നടക്കുന്നത് മുന്നത്തെ ആ വോയിഡബിൾ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആയിരിക്കണം. ഇനി ഫോർത്ത് കേസ്, സെയിൽ ബൈ വൺ ഹു ഹാസ് ഓൾറെഡി സോൾഡ് ദ ഗുഡ്സ് ബട്ട് കണ്ടിന്യൂസ് ഇൻ പൊസഷൻ ദെയർ ഓഫ്. ഓൾറെഡി സെയിൽ നടത്തിയ ഒരു ഗുഡ്സ് ആണ്, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊസഷനോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ അയാളുടെ കയ്യിലുണ്ടായാൽ മതി. ഇത്തരം കേസുകളിൽ തേർഡ് പേഴ്സണ് ഇത് ഗുഡ് ടൈറ്റിൽ കിട്ടും, അയാൾക്ക് ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ ഗുഡ് ടൈറ്റിൽ കിട്ടും. പക്ഷേ ഇവിടെയും അതെ, ബയർ ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ബയർക്ക് അറിയാൻ പാടില്ല ഇങ്ങനെ ഒരു ഏർലി
ഏർലിയറിലായിട്ട് ഒരു ബയർ ഉണ്ട്, മുന്നേ ഇതിൻ്റെ ഒരു സെയിൽ നടന്നതായിരുന്നു എന്നുള്ളത് അറിയാനായിട്ട് പാടില്ല. ഇനി സെയിൽ ബൈ ബയർ obtaining possession before the property in the goods has vested in him. അതായത് ഒരു ബയ്യർക്ക് പൊസിഷൻ കിട്ടി പക്ഷെ ഓണർഷിപ്പ് കിട്ടിയിട്ടില്ല. ഇത്തരം കേസിൽ സെല്ലറിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ ബയ്യർക്ക് ആ ഗുഡ്സ് വേറൊരാൾക്ക് വിൽക്കാവുന്നതാണ്. ഇത്തരം സമയത്ത് തേർഡ് പാർട്ടിക്ക് അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്, ഗുഡ് ടൈറ്റിൽ പാസ് ചെയ്യാനായിട്ട് ഈ ഫസ്റ്റ് ബയ്യർക്ക് സാധിക്കുന്നുണ്ട്. ഇനി എഫക്റ്റ് ഓഫ് എസ്റ്റോപ്പൽ. എഫക്റ്റ് ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ പറയാം. എക്ക് കുറച്ച് ഗുഡ്സ് ഉണ്ട്, അത് ബി പറയാണ് ബി തൻ്റെ ഗുഡ്സ് ആണെന്ന് പറഞ്ഞ് സിക്ക് അത് സെയിൽ ചെയ്യാണ്. ഈ സമയത്ത് എയുടെ പ്രസൻസിൽ നിന്നിട്ടാണ് ബി ആ ഗുഡ്സ് സിക്ക് സെയിൽ ചെയ്യുന്നത്. ബി തൻ്റെ സ്വന്തം ഗുഡ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് സിക്ക് സെയിൽ ചെയ്യുന്നത്. ഇത്തരം കേസിൽ ബി ഓണർ അല്ലെങ്കിൽ കൂടെ, ഓണർ അല്ല, എ ആണ് ഓണർ വരുന്നത്, ബി ഓണർ അല്ല, നോൺ ഓണർ ആണ്. ഈ സമയത്ത് ബിക്ക് സിക്ക് ഗുഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് കേസ് വരുന്നത് സെയിൽ ബൈ ആൻ അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് പേ ചെയ്യാതെ വരുന്ന സെല്ലർ, അതായത് പ്രൈസ് കിട്ടിയിട്ടില്ല, പ്രൈസ് പേ ചെയ്യാത്ത ബയേഴ്സ് ഉണ്ട് എന്നുള്ള സെല്ലേഴ്സിനെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയാം. നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അൺപെയ്ഡ് സെല്ലർ എന്താണെന്നുള്ളത്. ജസ്റ്റ് ഇപ്പോൾ വിചാരിക്കുക, അയാൾ സംഭവം വിറ്റിട്ടുണ്ട്, സെയിൽ നടത്തിയിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. ഇത്തരം ആളുകൾക്ക് അൺപെയ്ഡ് സെല്ലേഴ്സ് ലീനും സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും റൈറ്റ്സ് ആണ്, അവരുടെ റൈറ്റ്സ് ആണ് ലീനും സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും വരുന്നത്. ഇത്തരം ഗുഡ്സ് ലീനും സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും എക്സസൈസ് ചെയ്ത ഗുഡ്സിനെ നമുക്ക് റീസെൽ ചെയ്യാനുള്ള റൈറ്റ് അൺപെയ്ഡ് സെല്ലേഴ്സിനുണ്ട്. ഇത്തരം റീസെൽ ചെയ്ത ഗുഡ്സ് ഒരു ഗുഡ് ടൈറ്റിൽ പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതർ ആക്ട്സിലെ കുറച്ച് പ്രൊവിഷൻസും കൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് ഒരു ഒഫീഷ്യൽ റിസീവർക്കോ ലിക്വിഡേറ്റർക്കോ, കമ്പനീൻ്റെ ഒഫീഷ്യൽ റിസീവർക്കോ ലിക്വിഡേറ്റർക്കോ ഒരു ഗുഡ് ടൈറ്റിൽ, ഒരു വാലിഡ് ടൈറ്റിൽ പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫൈൻഡർ ഓഫ് ഗുഡ്സ് നമ്മൾ ഇതിൽ തന്നെയാണ്, കോൺട്രാക്റ്റിൽ തന്നെ പഠിക്കുന്നതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സംഭവമാണ്. ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സിന് ഒരു റീസണബിൾ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗുഡ്സ് സെയിൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് വാങ്ങുന്ന ആൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു പോണിക്കും ഗുഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റ് ആണ്. ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിലെ പെർഫോമൻസ് എന്താ? സെല്ലർക്ക് ആ ഗുഡ്സ് ഡെലിവറി ചെയ്യണം, അതുപോലെ ബയ്യർക്ക് ആ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യണം, അതുപോലെ അതിന് പേയ്മെൻറ്റ് നടത്തണം. ഇത് രണ്ടുമാണ് ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിലെ പെർഫോമൻസ് ആയിട്ട് വരുന്നത്. ഇനി ഡെഫിനിഷൻ ഓഫ് ഡെലിവറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വോളണ്ടിയർലി പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെലിവറി എന്ന് പറയാം. അത് നമ്മൾ 3 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ആക്ച്വൽ ഡെലിവറി, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആൻഡ് സിംബോളിക് ഡെലിവറി. അതായത് ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷൻ ഫിസിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ബൈ അക്നോളജ്മെന്റ് ഓർ എക്ട്രോൺമെന്റ് എന്നാണ് പറയുന്നത്, നമ്മൾ പറഞ്ഞു. സിംബോളിക് ഡെലിവറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടോക്കനോ കീയോ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിനെയാണ്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ഫിസിക്കൽ പൊസിഷൻ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഫിസിക്കലി അത് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇനി ഡ്യൂട്ടീസ് ഓഫ് സെല്ലർ ആൻഡ് ബയ്യർ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. സെല്ലറിൻ്റെ ഡ്യൂട്ടി അത് ഡെലിവറി ചെയ്യുക, ബയ്യർ ആണെങ്കിൽ ബയ്യറിൻ്റെ ഡ്യൂട്ടി വരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ അതിന് പേ ചെയ്യാം. പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി ആർ കൺകറൻറ്റ് കണ്ടീഷൻസ്. കൺകറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് നടക്കുക, അതായത് പേയ്മെൻറ്റ് ഡെലിവറി കൊടുക്കുക, ഡെലിവറി ചെയ്യുക, അപ്പം തന്നെ പേയ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുക അപ്പം തന്നെ ഡെലിവറി നടത്തുക. ഇത്തരം ഇതിനെയാണ് കൺകറൻറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ സെല്ലർ പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഡെലിവറി നടത്താനായിട്ട് റെഡി ആയിരിക്കും, വില്ലിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ബയ്യറും പ്രൈസ് പേ ചെയ്യാനായിട്ടും അതിൻ്റെ ഡെലിവറി അക്സെപ്റ്റ് ചെയ്യാനായിട്ടും വില്ലിങ്ങും റെഡി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്.
ഇനി നമുക്ക് അടുത്തത് ഡെലിവറിയുമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് റൂൾസ് നോക്കാം. ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റിൽ പാർട്ടീസ് എഗ്രി ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ആക്ടിന് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ നമുക്ക് ഡെലിവറി ആയിട്ട് ഡീം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആക്ഷൻ ഡൺ ചെയ്യുന്ന എപ്പോഴാണോ അത് നമുക്ക് ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ബയ്യർക്കോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരാൾക്കോ നമ്മൾ പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇനി എഫക്റ്റ് ഓഫ് പാർട്ട് ഡെലിവറി നടത്തി കഴിഞ്ഞാൽ നമ്മളത് ആ ഗുഡ്സ് കംപ്ലീറ്റ്ലി ഡെലിവറി ചെയ്തു എന്നാണ് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇനി കോൺട്രാക്റ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ്, അതായത് പാർട്ട് ഡെലിവറി നടത്തിയ അതിൻ്റെ ഡെലിവറി മാത്രം കംപ്ലീറ്റ്, അതായത് ആ ഹോളിൻ്റെ ഡെലിവറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുക. ഇനി ബയർ ടു അപ്ലൈ ഫോർ ഡെലിവറി, ഇവിടെ ഒരിക്കലും സെല്ലർ റെസ്പോൺസിബിൾ അല്ല ഡെലിവറി നടത്താനായിട്ട്, പക്ഷേ ബയ്യറാണ് ഡെലിവറിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇനി പ്ലേസ് ഫോർ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻ്റെ ഈച്ച് കേസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു സെയിലിൻ്റെ കേസ് ആണെങ്കിൽ അത് എവിടെ വെച്ചാണ് അവർ സെയിലിൽ എൻട്രി ചെയ്യുന്നത് അവിടെ വെച്ച് ഡെലിവറി നടത്താം. പക്ഷെ ഒരു എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ അത് എക്സിസ്റ്റൻസിൽ ഇല്ലാത്തൊരു സംഭവമായിരിക്കും. അവിടുത്തെ കേസിൽ മാനുഫാക്ചർ ചെയ്യുന്ന എവിടെയാണോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ വെച്ചായിരിക്കും നമ്മൾ ഡെലിവറി നടത്തുന്നത്. ഇനി കോൺട്രാക്റ്റിൽ ഓൾറെഡി അവർ പാർട്ടീസ് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലേസിൽ വെച്ചിട്ടായിരിക്കും. ഇനി ടൈം ഫോർ ഡെലിവറിക്ക് എപ്പോഴും സെല്ലർ ആയിരിക്കും റെസ്പോൺസിബിൾ. അതായത് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഡെലിവറി നടത്തിയിരിക്കണം. ഇനിയിപ്പോൾ ടൈം ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ആ ഡെലിവറി നടത്തിയിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് എ തേർഡ് പാർട്ടി. ഇനിയിപ്പോൾ ഗുഡ്സിൻ്റെ പൊസഷൻ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലാണെന്ന് വിചാരിക്കാം. ഇത് കേസ് വരുന്നത് ആക്ച്വൽ ഡെലിവറി അല്ല, കൺസ്ട്രക്റ്റീവ് ഡെലിവറിയും സിംബോളിക് ഡെലിവറിയിലുമാണ് വരുന്നത്. ഇത്തരം സമയങ്ങളിൽ ഒരു പക്ഷേ ഗുഡ്സിൻ്റെ പൊസഷൻ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലായിരിക്കാം ഉണ്ടായിരിക്കാം. ഇത്തരം സമയത്ത് ഡെലിവറി കംപ്ലീറ്റ് ആയി എന്ന് പറയണമെങ്കിൽ ഈ സെയിലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡെലിവറി ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് തേർഡ് പാർട്ടി, ആ ഗുഡ്സ് പൊസിഷൻ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി ആരാണോ അയാൾ അറിഞ്ഞിരിക്കണം ആ ഒരു ഡെലിവറിനെ പറ്റിയിട്ട്. എന്നാൽ മാത്രമാണ് ആ ഡെലിവറി നടത്തി അല്ലെങ്കിൽ ഡെലിവറി കംപ്ലീറ്റ് ആയി എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ടൈം ഫോർ ടെൻഡർ ഓഫ് ഡെലിവറി, നമ്മൾ ഡെലിവറി ഓഫർ ചെയ്തു അല്ലെങ്കിൽ ടെൻഡർ ചെയ്തു അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത്തരം കേസിൽ ചെയ്യേണ്ടത് റീസണബിൾ അവേഴ്സിലായിരിക്കണം. അല്ലാത്തൊരു കേസിൽ അതിനെ ടെൻഡർ ഓഫ് ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. റീസണബിൾ അവേഴ്സ് എന്നുള്ളത് ഈച്ച് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ കേസിൽ എങ്ങനെയാണ് അതിനനുസരിച്ചാണ് ഇരിക്കുക. പൊതുവേ നമ്മൾ പറയുമ്പോൾ ബിസിനസ് അവേഴ്സിലാണ് പറയുക, പക്ഷേ എന്നാലും ഓരോ കേസിനെയും ഡിപ്പെൻഡ് ചെയ്തായിട്ട് ഇരിക്കുന്നുണ്ടാവാം. ഇനി എക്സ്പെൻസസ് ഫോർ ഡെലിവറി, എക്സ്പെൻസസിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ ഡെലിവറബിൾ സ്റ്റേജിലാക്കാനുള്ള എക്സ്പെൻസസ് എല്ലാം ബോൺ ചെയ്യുന്നത് പൊതുവെ സെല്ലർ ആയിരിക്കും. ഇനി ഡെലിവറി ഓഫ് റോങ് ക്വാണ്ടിറ്റി, ഇതിൽ 3 കേസാണ് വരുന്നത്. പറഞ്ഞ ക്വാണ്ടിറ്റിനേക്കാൾ കുറവ് കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞ ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതൽ കൊടുക്കുക. പിന്നെ വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലല്ലാത്ത ഗുഡ്സ് കൊടുക്കുക. അതിൽ ഫസ്റ്റ് കേസ് കുറവുള്ള കേസ് നോക്കാം നമുക്ക്. റോങ് ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റി ലെസ് ദാൻ ദ കോൺട്രാക്റ്റഡ് ക്വാണ്ടിറ്റിനേക്കാൾ കുറവായിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്തേ എന്നുണ്ടെങ്കിൽ ബയർക്ക് അത് റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്റ്റഡ് പ്രൈസ് എത്രയാണോ അത് അയാൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ലാർജർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ, അതിനേക്കാൾ കോൺട്രാക്റ്റഡ് ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഡെലിവറി ചെയ്തു എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ആ ലാർജർ ക്വാണ്ടിറ്റി എത്രയാണ്, അപ്പോൾ 100 ക്വാണ്ടിറ്റിയിലാണ് 100 കിലോഗ്രാം ആണ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 110 കിലോഗ്രാം ഡെലിവറി ചെയ്തെങ്കിൽ ആ 110 കിലോഗ്രാമും അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ 110 കിലോഗ്രാമും റിജക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഉള്ള ഒരു ഓപ്ഷൻ 100 കിലോഗ്രാം അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 10 കിലോഗ്രാം റിജക്റ്റ് ചെയ്യാം. ഇങ്ങനെ 3 കേസാണ് ബയർക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്ഷനിൽ അല്ലാത്ത ഗുഡ്സിൻ്റെ കേസ്. ഇതിൽ അയാൾക്ക് ബയർക്ക് ഒന്നില്ലെങ്കിൽ ആ ഗുഡ്സ് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ ആ ഡിസ്ക്രിപ്ഷനിൽ എഗ്രി ചെയ്തിട്ടുള്ള ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. ഇനി ആ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട്
ബാക്കിയുള്ള ഗുഡ്സ് ഇല്ലേ, അതായത് ഡിസ്ക്രിപ്ഷനിലുള്ള ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഗുഡ്സ് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾ എല്ലാം തന്നെ നമുക്ക് റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ട്. ഇനി ഇൻസ്റ്റാൾമെന്റ് ഡെലിവറീസ് പൊതുവെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാൾമെന്റ് ഡെലിവറീസ് ബയ്യർക്ക് ഒരിക്കലും ലയബിൾ ആയിട്ട് വരുന്നില്ല. ഇൻസ്റ്റാൾമെന്റിൽ ഡെലിവറി ചെയ്ത് അത് ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പാർട്ടീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അതിന് കുഴപ്പമില്ല. പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിൽ പൊതുവെ ഇൻസ്റ്റാൾമെന്റ് ഡെലിവറി അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡെലിവറി ടു എ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റിലെ ടേംസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് കരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ ഡെലിവറി ചെയ്തു എന്ന് കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെലിവറി നടന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഡിറ്റോറിയേഷൻ ഡ്യൂറിങ് ട്രാൻസിറ്റ്, ഇത്തരം കേസുകളിൽ ഡിറ്റോറിയേഷൻ ഡ്യൂറിങ് ട്രാൻസിറ്റിൽ നമ്മൾ എപ്പോഴും ലയബിലിറ്റി വരുന്നത് ബയ്യർക്കായിരിക്കും, അതൊരിക്കലും സെല്ലർക്കല്ല വരിക. ഈവൻ അയാളുടെ സെല്ലറിന്റെ റിസ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഓൺ റിസ്കിലാണെങ്കിൽ കൂടെ അത് ബയ്യർക്കായിരിക്കും വരുന്നുണ്ടാവുക. അതായത് ഇത്തരം കേസിൽ നോർമലി സംഭവിക്കുന്നതായിരിക്കും, അബ്നോർമലി ഒരു ലോസ് ഉണ്ടാവുന്നതല്ല, നോർമലി ഒരു ലോസ് ഉണ്ടാവുന്നതായിരിക്കും. അത് ബയർ ചെയ്യേണ്ടതായിട്ട് വരിക ബയ്യർ തന്നെ ആയിരിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ബയേഴ്സ് റൈറ്റ് ടു എക്സാമിൻ ദ ഗുഡ്സ്. അതായത് മുന്നേ നമ്മൾ എക്സാമിൻ ചെയ്തിട്ടില്ല, ബയർ എക്സാമിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെലിവറി നടത്തുന്ന സമയത്ത് അയാൾക്ക് അത് എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കണം. ഇനി അക്സെപ്റ്റൻസിനെ ആയിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്താന്ന് നോക്കാം. അക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് വരിക നോക്കാം. ഒന്നില്ലെങ്കിൽ ആ സെല്ലർ പറയാം അത് അക്സെപ്റ്റ് ചെയ്യൂ, സെല്ലറിനെ അറിയിക്കാം അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് അറിയിക്കാം. അല്ലെങ്കിൽ സെല്ലർക്ക് അതിൻ്റെ ഓണർഷിപ്പ് ഇല്ല എന്ന് കാണിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാം. അതായത് അതിനെ ഇപ്പോൾ എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബയ്യർക്ക് അതിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടി, അല്ലെങ്കിൽ ആ ബയ്യർ ഡെലിവറി ചെയ്തത് കിട്ടി, അത് ഓക്കെയാണ് എന്നുള്ളത് കൊണ്ടാണ്, സെല്ലർ അല്ല ഇനി ബയ്യറാണ് അതിൻ്റെ ഓണർ എന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് റീസെല് ചെയ്യുന്നത്. ഇത്തരം കേസിൽ നമുക്ക് അക്സെപ്റ്റൻസ് ആയിട്ട് കാണിക്കാം. ഇനി റീസണബിൾ ടൈം കഴിഞ്ഞിട്ടും ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാണ്, റിജക്ഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അക്സെപ്റ്റൻസ് ആയിട്ട് കാണിക്കാം. ഇനി ബയർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ റിജക്റ്റഡ് ഗുഡ്സ്. ഇനി റിജക്റ്റ് ചെയ്ത ഗുഡ്സ് റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ ബയർ ഒരിക്കലും ബൗണ്ട് അല്ല, ലയബിൾ അല്ല അത്തരം ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഇനി വരുന്നത് ലയബിലിറ്റി ഓഫ് ബയർ ഫോർ നെഗ്ലെക്റ്റിംഗ് ഓർ റിഫ്യൂസിങ് ഡെലിവറി ഓഫ് ഗുഡ്സ്. നെഗ്ലെക്റ്റ്ലിയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ ഒരു റോങ്ഫുൾ ആയിട്ട് ഡെലിവറീനെ റെഫ്യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബയ്യർക്കായിരിക്കും ലയബിലിറ്റി വരുന്നത്. ഇവിടെ ബയ്യർ റോങ്ഫുള്ളി അല്ലെങ്കിൽ നെഗ്ലെക്റ്റ്ലി ആണ് ആ ഡെലിവറി റെഫ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ലയബിലിറ്റി വരുന്നത് എപ്പോഴും ബയ്യർക്കായിരിക്കും.